ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് ചെമ്മീൻ ഫ്രൈ ആണ് ചെയ്യാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ഫുള്ള് നമ്മൾ തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ തോലൊക്കെ പൊളിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു അഴുക്ക് പോലൊരു സാധനമുണ്ട്, അത് കളയണം, അല്ലെങ്കിൽ നമുക്ക് വയറുവേദന എടുക്കുമെന്ന് പറയാം. അപ്പോൾ ഈ ചെറിയ ചെമ്മീനാണെങ്കിൽ നമ്മളിതുപോലെ കത്തിയും കൊണ്ട് വരഞ്ഞ് അതിൻ്റെ മുകളിലുള്ള ആ സാധനം കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് പ്രശ്നം വരില്ല ഇതിനെ വയറിന്. അപ്പോൾ ഇതുപോലെ ഇത് ഫുള്ള് ഇതിന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ അരമണിക്കൂറത്തെ കഠിന പ്രയത്നത്തിന് ശേഷം എല്ലാ ചെമ്മീൻ്റെയും മേലെയുള്ള തോല് കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ച് വറുത്ത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ചെമ്മീൻ എടുത്തപ്പോൾ ഒരു ഒറ്റ പാത്രം നിറയെ ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നാക്കി വന്നപ്പോൾ കണ്ടില്ലേ, 1 കിലോ ചെമ്മീനാണ് ഉള്ളത്. ഇത്രയാണ് ഉള്ളത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് പുരട്ടി മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കണം. ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്ത് നമ്മൾ കുറച്ച് കടുകും വേപ്പിലയിട്ട് പൊട്ടിക്കുക. പിന്നെ 4 സവോള നന്നാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, സവോള മാത്രമേ ഇടണുള്ളൂ. നല്ല ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കണം, നല്ല ടേസ്റ്റുള്ളൂ. ഇത് എളുപ്പത്തിൽ പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ എൻ്റെ മോള് ചെമ്മീൻ കറി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ആദ്യമായിട്ടൊരു റെസിപ്പി പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അവളൊന്ന് ട്രൈ ചെയ്ത തനിയെ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചു, വേപ്പില ഇട്ടു, ഒരു 4 സവോള അരിഞ്ഞ്, ചെറിയ സവോള അരിഞ്ഞ് അതിനകത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. നല്ലോണം വഴറ്റിക്കഴിഞ്ഞ് നല്ലൊരു ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അങ്ങനെ തന്നെ ഇടുക. വേറെ ഒന്നും ചേർത്തില്ല കേട്ടോ. അത് നല്ലപോലെ ഇളക്കി കുറച്ച് നേരം നമ്മൾ അടച്ച് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിനകത്തുള്ള വെള്ളമൊക്കെ ഇങ്ങ് പുറത്ത് വരും. ചെമ്മീനകത്തുള്ള ആ വെള്ളമൊക്കെ പുറത്ത് വന്ന് കുറച്ച് ആ ചട്ടിയിൽ ആ ചെമ്മീൻ്റെ ഒപ്പം വെള്ളമാവും. ആ വെള്ളം നമ്മൾ വറ്റണ വരെ മൂടി വെച്ച് നമ്മൾ വേവിച്ച് കൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയേ ഉള്ളൂ. 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു വിധം അത് സെറ്റായ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വരും. കുറച്ച് നേരം കൂടി വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറിയാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കിയിട്ട് നല്ല രുചിയുണ്ട്. എല്ലാവരും എളുപ്പത്തിൽ 5 സെക്കൻഡ് 10 സെക്കൻഡ് നന്നാക്കാനുള്ള സമയം മാത്രമേ പോവുള്ളൂ. അത് തിന്ന് നോക്കിയാൽ നല്ല സൂപ്പർ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് വേഗം വരാം. ഓക്കെ, ബൈ.